കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാത സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ ദൈവം ഇടവരുത്തിയ കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും കരുണയായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെ കാലഘട്ടം, ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള സിറ്റുവേഷൻ നമുക്കേവർക്കും പരിചിതമാണ് അല്ലേ? ഗെത്സമനയ എന്ന ആ തോട്ടത്തിൽ യേശുവിൻ ശിഷ്യന്മാരും കൂടെ വരികയാണ്. ഇവിടെ വരുന്ന സമയത്ത് യേശുവിൻ്റെ മുൻപിൽ വെളിപ്പെടാനിരിക്കുന്ന വലിയ ദൈവപദ്ധതി ക്രൂശീകരണം, അത് തിരിച്ചറിഞ്ഞ യേശു കർത്താവ് ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, എനിക്കിങ്ങനൊരു കഷ്ടത വരും, എന്നെ കള്ളന്മാർ പിടിക്കും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രത്യാശയോടെ യേശു കർത്താവ് ശിഷ്യന്മാരോടായി പറഞ്ഞിരുന്നു. പലപ്പോഴും അത് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് വരുന്ന കഷ്ടതകൾ വേറെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും നമുക്കത് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. ഒരു കഷ്ടതകളും നമ്മുടെ ജീവിതത്തിൽ അവസാനമല്ല, ഒരു ഗെത്സമനിയും നമ്മുടെ ജീവിതത്തിൽ അവസാനമല്ല. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഉയർപ്പ് നമുക്കായി കാത്തിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഗെത്സമനിയുടെ അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കും ഇത് നമ്മുടെ അവസാനമാണ്, ഇനി മുന്നോട്ടില്ല എന്ന് ചിന്തിക്കും അല്ലേ? എന്നാൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, അത് അവസാനമില്ല, ചിലതിലേക്കുള്ള തുടക്കമാണെന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഗെത്സമനിയെ ജയിക്കാൻ തക്കവണ്ണം കഴിയുക? യേശു കർത്താവിൻ്റെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അല്ലേ? വളരെ കൂളായിട്ടാണ് ഗെത്സമനിയെ കർത്താവ് ഹാൻഡിൽ ചെയ്തത്. സ്തോത്രം. വിഷമം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്, ഉണ്ടായിരുന്നു, കർത്താവ് ഭാരപ്പെട്ടിരുന്നു അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഹിതം തന്നെ നടക്കണം. വേദനയുടെ യാതിക്ക നിമിത്തം കർത്താവ് പറഞ്ഞു പോയൊരു വാക്കാണത്. എന്നാൽ ശ്രദ്ധിച്ചേ, അവിടെ മയക്കത്തിലേക്ക് പോയ, ഉറക്കത്തിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുകയും. സ്തോത്രം. നമ്മൾ ഈ ഭാഗത്താണ് പറയുന്നത് പ്രാർത്ഥിക്കുകയും. മത്തായിയിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പറയുന്നു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. ഇപ്പോഴെന്തുണ്ട്? പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരു ഗെത്സമനയുടെ അനുഭവമുണ്ട്. ചിലർ നമ്മൾ ഒറ്റക്കൊടുത്തെന്ന് വരാം, തള്ളപ്പെട്ടു പോയെന്ന് വരാം, ഒറ്റയ്ക്കായി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം, കൂടെ നിൽക്കുന്നവരോ കൂടെ നിന്നവരോ നമ്മളെ തള്ളി മാറ്റിയെന്ന് വരാം. സ്തോത്രം. നമ്മളൊരു പക്ഷേ നമ്മൾ സ്നേഹിച്ചവരോ നമ്മെ സ്നേഹിച്ചവരോ നമ്മിൽ നിന്ന് അകന്നു പോയെന്ന് വരാം, നമ്മൾ വിശ്വസിച്ചവർ നമ്മളിൽ നിന്ന് മാറിയെന്ന് വരാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏത് ഗെത്സമന നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മളെ വിട്ടുമാറാത്തൊരു ബന്ധമുണ്ട്, അതാണ് ദൈവിക ബന്ധം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ട്. നമ്മുടെ ദൈവം നമ്മളെ തള്ളിക്കളയുന്നവനല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുക. ഏത് പരീക്ഷണ ഘട്ടത്തിലും പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞാൽ നീ തകർന്നു പോകും. പിശാചൊരുക്കിയ കെണികൾക്കകത്ത് നീ പെട്ടുപോകും. അത് വരാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന ആയുധം ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ ഏത് പരീക്ഷയെയും ജയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി ഞങ്ങളെ മറച്ചാട്ട് പരീക്ഷകളെ ജയിച്ച ആത്മാവിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗം ഇടവരുത്തും. പ്രാർത്ഥനയുടെ ശക്തിയെ വർദ്ധിപ്പിച്ചാട്ട് സ്വർഗം അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാം മഹത്വം കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.